Bharatiya Nyaya Sanhita നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. ഭാരതീയ ന്യായ സംഹിതയ്ക്ക് ശേഷം ഇനി നമ്മൾ 3 മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ക്രിമിനൽ നിയമങ്ങളിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ മാറ്റമാണ് എന്ത്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അഥവാ BNSS, which is going to replace CrPC. നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് BNSS വരാൻ പോവുകയാണ്. സോ BNSSൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്ന് ഇനി മുതൽ ക്രിമിനൽ പ്രൊസീജിയർ സിസ്റ്റത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതെന്ന് ഒന്ന് നോക്കാം. സോ BNSS is going to replace or repeal the Code of Criminal Procedure 1973, and it basically provides for the procedures during arrest, bail, etc. under various acts including BNS. So BNSS bill which replaced the CrPC now has 533 sections. So വലിയൊരു ഡോക്യുമെന്റ് തന്നെയാണ്. 160 sections of old law have been changed, 9 new sections have been added and 9 sections have been repealed. ഇനി നമുക്ക് BNSSൽ വന്ന ചില മാറ്റങ്ങൾ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയ ചിലത് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ഡിറ്റൻഷൻ ഓഫ് അണ്ടർ ട്രയൽസ്. അണ്ടർ ട്രയൽസിലുള്ള ആ ഒരു അക്യൂസ്ഡ് ആയ ആൾക്കാരെ ഡിറ്റൻഷനായിട്ട് ബന്ധപ്പെട്ട ചില പ്രൊവിഷൻസ് 481 ആണ് ഇതുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ 481 ക്ലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ക്ലോസ് 1 പറയുന്നത് ഇങ്ങനെയാണ്: വേർ എ പേഴ്സൺ ഹാസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, എൻക്വയറി ഓർ ട്രയൽ അണ്ടർ ദി സംഹിത ഓഫ് എനി ഓഫൻസ് അണ്ടർ എനി ലോ, സംഹിത അല്ലെങ്കിൽ അണ്ടർ എനി ലോ നോട്ട് ബീയിങ് ഒഫൻസ് for which the punishment of death or imprisonment has been specified as one of the punishment under that law. അല്ലെങ്കിൽ ഈ ചില കുറ്റകൃത്യങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അവർ ഏതിൽപ്പെട്ടവരായിരുന്നു? നോട്ട് ബീയിങ് ദ ഒഫൻസ്. ഇവിടെ ഡെത്തോ അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ വൺ ഓഫ് ദി പണിഷ്മെൻ്റ് ആയിട്ട് ആ കുറ്റത്തിന് നമ്മുടെ നിയമത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം എന്താണ് അണ്ടർഗോൺ ഡിറ്റൻഷൻ ഫോർ എ പീരീഡ് എക്സ്റ്റെൻഡിങ് അപ് ടു 1/2 ഓഫ് ദി മാക്സിമം പീരീഡ് ഓഫ് ഇംപ്രിസൺമെൻറ്റ്. സോ അങ്ങനെയുള്ള ഒരു വ്യക്തി, ഇങ്ങനെയുള്ളൊരു കുറ്റകൃത്യത്തിൽപ്പെട്ട് ആ വ്യക്തി അദ്ദേഹത്തിന് കിട്ടാവുന്ന ശിക്ഷയുടെ 1/2 ഓഫ് മാക്സിമം പീരീഡ് ഡിറ്റൻഷനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അണ്ടർ ദാറ്റ് ലോ ഹീ ഷാൾ ബി റിലീസ്ഡ് ബൈ ദി കോർട്ട് ഓൺ ബെയിൽ. അങ്ങനെയാണെങ്കിൽ പേഴ്സണൽ ബെയിലിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? റിലീസ് ചെയ്യാൻ കോടതിക്ക് പറ്റും. പ്രൊവൈഡഡ് that where such person is for the first time offender, ഇതിനു മുമ്പ് പ്രത്യേകിച്ച് കുറ്റമൊന്നുമില്ല അല്ലെങ്കിൽ ഒരു ഹാബിച്വൽ ഒഫൻഡർ ഒന്നും അല്ലെങ്കിൽ, he shall be released on bail by the court if he has undergone detention for, ഇവിടെ പകുതി വേണ്ട 1/3 ഓഫ് ദി മാക്സിമം പീരീഡ് ഡിറ്റൻഷനിൽ ഇരുന്നാലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബെയിലിൽ വിടാൻ പറ്റും കോടതിക്ക്. സോ ഇതാണ് അണ്ടർ ട്രയലിൽ ബന്ധപ്പെട്ട വ്യക്തികളുടെ ഡിറ്റൻഷനായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. പ്രൊവൈഡഡ് ഫർദർ ദി കോർട്ട് മേ ആഫ്റ്റർ ഹിയറിംഗ് ദ പബ്ലിക് പ്രോസിക്യൂട്ടർ ആൻഡ് ഫോർ റീസൺസ് ടു ബി റെക്കോർഡഡ് ബൈ ഇറ്റ് ഇൻ റൈറ്റിംഗ് ഓർഡർ ദി കണ്ടിന്യൂ ഡിറ്റൻഷൻ ഓഫ് പേഴ്സൺസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത് ആ ഒരു പകുതി പീരീഡോ അല്ലെങ്കിൽ 1/3 പീരീഡോ ഒക്കെ കുറ്റകൃത്യം ആ ഒരു ഡിറ്റൻഷൻ അനുഭവിച്ചവരെ പുറത്ത് വിടുന്നതിന് ബന്ധപ്പെട്ട. എന്നാൽ ഇതിൽ പറയുന്നത് എന്താണ്? ആ ഡിറ്റൻഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എപ്പോൾ? ഓഫ് സച്ച് പേഴ്സൺ ഫോർ എ പീരീഡ് ലോങ്ങർ ദാൻ 1/2 ഓഫ് ദ പീരീഡ് ഓർ റിലീസ് ഹിം ഇൻ ബെയിൽ ബോണ്ട് ഇൻസ്റ്റെഡ് ഓഫ് പേഴ്സണൽ ബോണ്ട്. സോ നേരത്തെ ഞാൻ പറഞ്ഞു പേഴ്സണൽ ബോണ്ട് റിലീസ് ചെയ്യാൻ പറ്റും. സോ പേഴ്സണൽ ബോണ്ട് അല്ലാതെ ബെയിൽ ബോണ്ട് റിലീസ് ചെയ്യോ 1/2 ശേഷം വീണ്ടും ഡിറ്റെയിൻ ചെയ്ത് വെക്കാനോ പറ്റും. എപ്പോൾ? ആ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഹിയറിംഗിന് ശേഷം. ദെൻ provided further that no such person shall in any case be detained during the period of investigation, enquiry or trial more than maximum period of imprisonment provided for the said offense under the law. So common sense ഉള്ള കാര്യമാണ്. ആ ഒരു എന്താ ആ ഒരു കുറ്റത്തിന് കിട്ടാവുന്ന മാക്സിമം ശിക്ഷയ്ക്ക് അപ്പുറം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന എക്സ്റ്റൻഷൻ നീളാനും പാടില്ല. അടുത്ത പറയുന്ന അറസ്റ്റഡ് പേഴ്സൺസിനെ കുറിച്ചാണ്. നമ്മൾ അണ്ടർ ട്രയലിലെ പേഴ്സൺസിനെ കുറിച്ച് ഒരു ക്ലോസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ആർട്ടിക്കിൾ 22 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെട്ട ആർട്ടിക്കിൾ 22 പറയുന്ന അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ CrPCയിലും കൂടെ വരുന്നുണ്ട്. ആർട്ടിക്കിൾ 22 പാർട്ട് 3 പറയുന്നുണ്ട് എന്താണ്? ഈ ഒരു അറസ്റ്റഡോ അല്ലെങ്കിൽ ഡീറ്റെയിൻഡ് ആയോ ആൾക്കാരുടെ റൈറ്റ്സിനെ കുറിച്ച് അവർക്കൊരു ലീഗൽ പ്രാക്ടീഷണറെ കാണാനുള്ള അനുമതി വേണം. അവരെ 24 മണിക്കൂറിനപ്പുറം എന്ത് ചെയ്യാൻ പാടില്ല? ഡിറ്റെയിൻ ചെയ്ത് വെക്കാൻ പാടില്ല. പ്രൊവൈഡ് ഇറ്റ് ഈസ് എ പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ ആണെങ്കിൽ, പ്രൊവൈഡ് ഡിറ്റൻഷൻ ആണ് അഗൈൻ 22 വരുമ്പോൾ എന്താ നീളുന്നുണ്ട്, 3 മന്തിലോട്ടൊക്കെ നീളാം. ബട്ട് അഗൈൻ ഇവിടെ BNSSൽ പറയുന്നുണ്ടെന്ന് അണ്ടർ Provision 58, no police officer shall detain in custody a person arrested without warrant for a period for a longer period than under all the circumstances of the case is reasonable
and such period shall not, in the absence of special order of a magistrate, ഒരു മജിസ്ട്രേറ്റിൻ്റെ സ്പെഷ്യൽ ഓർഡർ ഇല്ലെങ്കിൽ, നമ്മൾ അഗൈൻ ആർട്ടിക്കിൾ 22 റെഫർ ചെയ്യാണ്, മജിസ്ട്രേറ്റ് എത്തുന്നവരെ എക്സ്ക്ലൂഡിങ് ദ ജേണി എന്താ പറയുന്നത് 24 hour ആണ് പോലീസിനുള്ള സമയപരിമിതി അല്ലേ. സോ അഗൈൻ ഇവിടെ പറയുന്നുണ്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ സ്പെഷ്യൽ ഓർഡർ ഓഫ് മജിസ്ട്രേറ്റ് അണ്ടർ സെക്ഷൻ 187 exceed 24 hour exclusive of the time necessary for the journey from the place of the arrest to the magistrate court whether having jurisdiction or നോട്ട്. വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്ത്, മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് എത്തുന്ന വരെയുള്ള ആ ഒരു സമയം എക്സ്ക്ലൂഡിങ് ദ ജേണി 24 hour മാത്രമേ പോലീസിൻ്റെ കയ്യിൽ ഒരാളെ ഡിറ്റെയിൻ ചെയ്ത് വെക്കാൻ പാടുള്ളൂ. അടുത്തൊരു ക്ലോസ് എന്താ, ട്രയൽ ആൻഡ് പ്രൊസീഡിങ്സ് ടു ബി ഹെൽഡ് ഇൻ ദി ഇലക്ട്രോണിക് മീഡിയ. അപ്പോൾ നമ്മൾ BNS പഠിക്കുന്ന സമയത്ത് പറഞ്ഞു എന്താണ്, ഇലക്ട്രോണിക് പുതിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന്. എഗെയിൻ പുതിയ കാലത്തിൻ്റെ വേറൊരു ആവശ്യമാണ് എന്ത്, ഇലക്ട്രോണിക് രീതിയിലോട്ട് അല്ലെങ്കിൽ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കൂടെ ഉപയോഗിച്ചുള്ള ട്രയൽ സിസ്റ്റംസ്. സോ അത് നമ്മുടെ BNSS എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആക്ടിൽ അല്ലെങ്കിൽ ഈ ബില്ലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 532 പ്രൊവിഷൻ പറയുന്നത് എങ്ങനെയാണ്, ഓൾ ട്രയൽസ്, ഇൻക്വയറീസ് ഓർ പ്രൊസീഡിങ്സ് അണ്ടർ ദി കോർട്ട് ഇൻക്ലൂഡിങ് എന്തൊക്കെ പറയുന്നുണ്ട്, സമ്മൺസ്, വാറണ്ട്, ഇഷ്യൂവൻസ്, സർവീസ്, എക്സിക്യൂഷൻ ദെയർ ഓഫ്, ഹോൾഡിംഗ് ഓഫ് എൻക്വയറി. എൻക്വയറി എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ നടത്താൻ പറ്റും. ലാസ്റ്റ് പറയുന്നുണ്ട് എന്താണ്, എക്സാമിനേഷൻ ഓഫ് കംപ്ലൈനന്റ് ആൻഡ് വിറ്റ്നസ്, അതും പറ്റും. അഥവാ നമുക്ക് എന്താ ഏതെങ്കിലും രീതിയിൽ ആ പോലീസ് സ്റ്റേഷനിലോട്ടോ അല്ലെങ്കിൽ വിറ്റ്നസ് കൊടുക്കാനോ പറ്റിയില്ലെങ്കിൽ ഇനി മുതൽ ഏത് രീതിയിൽ കൊടുക്കാം, ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ നൽകാൻ പറ്റും. ദെൻ ട്രയൽ ബിഫോർ ദി കോർട്ട് ഓഫ് സെഷൻ, ട്രയൽ ഇൻ വാറന്റ് കേസ്, ട്രയൽ ഇൻ സമൺ കേസസ്, സമ്മറി ട്രയൽസ് ആൻഡ് പ്ലേ ബാർഗെയിനിങ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക് മീഡിയയിലൂടെ കൊടുക്കാൻ പറ്റും. എഗെയിൻ തീർന്നിട്ടില്ല, എന്താ പറയുന്നത്, റെക്കോർഡിംഗ് ഓഫ് എവിഡൻസ് ഇൻ എൻക്വയറീസ് ആൻഡ് ട്രയൽസ് ബിഫോർ ദി ഹൈ കോർട്ട്സ്, all appellate proceedings and such other proceedings may be held in electronic mode by use of electronic communication or use of audio video electronic means. So ഈ രീതിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. സോ ഏതെങ്കിലും രീതിയിൽ ഈ രീതിയിൽ വിറ്റ്നസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ട്രയലിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലോ ഒക്കെ ഇനി എന്തിലോട്ട് പറ്റും, ഇലക്ട്രോണിക് മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ രണ്ട് ഭാഗത്തിനും എന്ത് അവൈലബിൾ ആയിരിക്കും. അടുത്തറിയേണ്ട ഒരു കാര്യം, ചില ടൈം ലൈൻസ് നമ്മുടെ BNSS പറയുന്നുണ്ട്. വേറൊരു കാര്യമാണ് എന്താ, ജസ്റ്റിസ് ഒരിക്കലും ഡിലേ ചെയ്യാൻ പാടില്ല. സോ അത് ഉറപ്പുവരുത്താൻ ഇപ്പോൾ ചില ടൈം ലൈൻസ് മാത്രം എടുത്തിട്ടുണ്ട്. ഒരു ഏതൊക്കെ രീതിയിലാണ് അത് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. നോക്കിയേ, റിക്വയർസ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഹു എക്സാമിൻ റേപ്പ് വിക്ടിംസ് ടു സബ്മിറ്റ് ദെയർ റിപ്പോർട്ട്സ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ വിത്തിൻ 7 days, 7 ദിവസത്തിനുള്ളിൽ മെഡിക്കൽ പ്രാക്ടീഷണർ എന്താ ആ ഒരു റിപ്പോർട്ട് കൊടുക്കണം. ഗിവിങ് ജഡ്ജ്മെന്റ് വിത്തിൻ 30 days ഓഫ് കംപ്ലീഷൻ ഓഫ് ആർഗ്യുമെന്റ്സ്. 60 ദിവസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെങ്കിലും 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റണം, ലോവർ കോടതികൾ ആ ജഡ്ജ്മെന്റ് നൽകണം. എഗെയിൻ ഇൻഫോമിംഗ് ദ വിക്ടിം ഓഫ് പ്രോഗ്രസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വിത്തിൻ 90 days. അഥവാ വിക്ടിം അറിഞ്ഞിരിക്കണം ഇൻവെസ്റ്റിഗേഷൻ എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് 90 ദിവസത്തിനുള്ളിൽ അത് വിക്ടിമിനെ അറിയിക്കുകയും ചെയ്യണം. എഗെയിൻ ഫ്രെയിമിംഗ് ഓഫ് ചാർജസ് ബൈ സെഷൻസ് കോർട്ട് വിത്തിൻ 60 days ഫ്രം ദി ഫസ്റ്റ് ഹിയറിംഗ്. കോടതികളുടെ മേലുള്ള സ്ഥിരമുള്ള ആക്ഷേപം എന്താണ്, നീളുന്നു അല്ലെങ്കിൽ ജസ്റ്റിസ് നീളാനുള്ള വലിയൊരു കാരണം കോടതികൾ വരുന്ന സമയം അല്ലെങ്കിൽ സമയദൈർഘ്യം കൊണ്ടാണെന്ന്. എഗെയിൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഫ്രെയിമിംഗ് ഓഫ് ചാർജസ് 60 ദിവസത്തിനുള്ളിൽ തന്നെ, ആദ്യത്തെ ഹിയറിംഗിന് ശേഷമുള്ള 60 ദിവസത്തിനുള്ളിൽ തന്നെ നടക്കണം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്ലോസ് മെഡിക്കൽ എക്സാമിനേഷൻ ബന്ധപ്പെട്ടാണ്. വിക്ടിം ഓഫ് റേപ്പ്, നമ്മൾ റേപ്പിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ BNS പഠിക്കുമ്പോൾ പറഞ്ഞു. എഗെയിൻ ഒരു വിക്ടിം ഓഫ് റേപ്പിന് നടത്തേണ്ട മെഡിക്കൽ എക്സാമിനേഷനെ കുറിച്ചും BNSS പറയുന്നുണ്ട്. അത് പ്രൊവിഷൻ 184(1) പറയുന്നത്, where during the stage when an offense of a committing rape or attempt to commit rape is under investigation, it is proposed to get the person of the woman with whom rape is alleged or attempt to have been committed or attempted examined by a medical expert. ഒരു മെഡിക്കൽ എക്സ്പേർട്ട് എക്സാമിൻ ചെയ്യണം. എന്ത്, such examination shall be conducted by a registered medical practitioner of employed in a hospital run by government or local authority. ഗവൺമെൻറ് ലോക്കൽ അതോറിറ്റി റൺ ചെയ്യുന്ന ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം എന്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ആബ്സെൻസ് ഓഫ് സച്ച് പ്രാക്ടീഷണർ എനി അതർ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ വിത്ത് ദി കൺസെന്റ് ഓഫ് സച്ച് വുമൺ. ഇനി ആ വുമണോ അല്ലെങ്കിൽ വുമൺ ആ കൺസെന്റ് കൊടുക്കാൻ പറ്റിയ മെഡിക്കൽ കണ്ടീഷനിലോ ഫിസിക്കൽ കണ്ടീഷനിലോ അല്ലെങ്കിൽ മെന്റൽ കണ്ടീഷനിലോ അല്ലെങ്കിൽ or a person competent to give such consent on the behalf of such woman and shall send to such registered medical practitioner within the 24 hours
ഫ്രം ദി ടൈം ഓഫ് റിസീവിങ് സച്ച് ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് ഒഫൻസ്. ആ ഒഫൻസ് കിട്ടി 24 മണിക്കൂറിനുള്ളിൽ ഈ വുമൺ ആ മെഡിക്കൽ പ്രാക്ടീഷണർ അടുത്ത് എത്തിയിരിക്കണം. സോ ആരായിരിക്കണം മെഡിക്കൽ പ്രാക്ടീഷണർ, അത് എത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തിക്കണം, ആൻഡ് റിപ്പോർട്ട് കൊടുക്കുന്ന കാര്യവും നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു അല്ലേ, എത്ര സമയത്തിനുള്ളിൽ കൊടുക്കണം എന്നുള്ളത്. സോ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ പുതിയ കേസ് അന്വേഷണം സംബന്ധിച്ചോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. സോ ഫോറൻസിക് രീതിയിലുള്ള അന്വേഷണങ്ങൾക്ക് നിയമസാധുത കൊടുത്തിരിക്കുന്നു. എങ്ങനെ പറഞ്ഞേ, 176(3) provision states, and I quote, on receipt of every information relating to the commission of an offence which is made punishable for 7 years or more. Again അവിടെ ക്ലോസ് വെച്ചിട്ടുണ്ട് 7 വർഷം അതിൽ കൂടുതലോ, the officer in charge of that police. സോ അവിടെ എന്താ ആ പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഓഫീസറാണോ അത്, അപ്പോൾ അവിടെ റാങ്ക് ഒന്നുമല്ല സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, ആ പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഓഫീസർ ആരാണോ അദ്ദേഹം എന്ത് ചെയ്യണം, ഫ്രം സച്ച് ഡേറ്റ് ആസ് മേ ബി നോട്ടിഫൈഡ് within the period of 5 years by the state government in this regard, cause forensic expert to visit the crime scene to collect forensic evidence in the offense, and also cause videography of the process in mobile phone or any other electronic media. സോ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് കൂടെ ഉപയോഗിച്ച് എന്ത് ചെയ്യണം, ആ ഒരു ക്രൈം സീന് വീഡിയോഗ്രാഫിയും ചെയ്യണം, ഫോറൻസിക് എക്സ്പേർട്ടിനെ കൊണ്ട് പരിശോധിക്കുകയും വേണം. ഇനി എങ്ങാനും സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിൽ ഇതിനുള്ള ഫോറൻസിക് ആയിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, പ്രൊവൈഡഡ് വേർ ദി ഫോറൻസിക് ഫെസിലിറ്റീസ് നോട്ട് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഒഫൻസ്. അപ്പുറത്തെ സ്റ്റേറ്റ് ഉണ്ട്, എന്ത് ചെയ്യണം, the state government shall, until the facility in respect to that matter is developed or made in the state, notify the utilization of such facility of any other state. അത് ഉപയോഗിച്ച് ദാറ്റ് മീൻസ് ഈ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. അത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ വേറെ സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യാവുന്നതാണ്, സഹായം തേടാവുന്നതാണ്. അൺലോഫുൾ അസംബ്ലീസ്, ഇതാണ് അടുത്ത് BNSSൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു പ്രൊവിഷൻ. സോ അനധികൃതമായി അല്ലെങ്കിൽ നിയമപ്രകാരമല്ലാത്തുള്ള അസംബ്ലി. സോ നമുക്ക് ആർട്ടിക്കിൾ 19 ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 19 ലോഫുൾ ആയിട്ടുള്ള വിത്തൗട്ട് ആംസോടെയുള്ള എല്ലാ അസംബ്ലീസും നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് തന്നെയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്കറിയാം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് എന്തല്ല, നമ്മുടെ അബ്സല്യൂട്ട് അല്ല. സോ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആർട്ടിക്കിൾ 19. സോ അതിൻ്റെ അടിയിൽ റീസണബിൾ റെസ്ട്രിക്ഷൻ ആയിട്ട് കാണാവുന്ന ഒന്നാണ് നമ്മൾ ഇതേപോലെ നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അൺലോഫുൾ അസംബ്ലീസ് എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങൾ, അൺലോഫുൾ അസംബ്ലീസ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റ്. സോ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, എനി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഓർ ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ. സോ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആവാം, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ആൾ, or in the absence of such officer in charge, police officer not below the rank of sub inspector. ഇവൻ ഒരു സബ് ഇൻസ്പെക്ടർക്ക് വരെ ഈ പറയുന്ന 148(1) പറയുന്ന ഈ കാര്യം ചെയ്യാം. എന്താ പറയുന്നത്, മേ കമാൻഡ് എനി അൺലോഫുൾ അസംബ്ലി ഓർ എനി അസംബ്ലി ഓഫ് 5 or more persons. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, സ്ഥിരം ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വാർത്തകളൊക്കെ 5 അതിലധികം ആൾക്കാർ കൂടി നിൽക്കുന്നു, നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള 5 അതിലധികം ആൾക്കാരുടെ അൺലോഫുൾ അസംബ്ലീസ് തടയാൻ പറ്റും. ലൈക്ലി ടു കോസ് എ ഡിസ്റ്റർബൻസ് to the public peace to disperse, and shall be thereupon to duty of the members of such assembly to disperse accordingly. ന്യൂയിലൊക്കെ വാർത്തകൾ കേൾക്കുന്നുണ്ടാവും അല്ലേ, അസംബ്ലി ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അസംബ്ലി ചെയ്യാൻ പോകുന്നൊക്കെ. സോ അത് നമ്മൾ ഇന്ത്യ എമ്പാടും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. സോ ഇങ്ങനെ ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ ഒക്കെ ഇങ്ങനെ ഒരു ഓർഡർ 148 അടിയിൽ ഇറക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 5 അതിലധികം ആൾക്കാർ കൂട്ടം കൂടരുത്. ഇനി അവരുടെ ഉത്തരവാദിത്തമാണ് എന്ത്, അങ്ങനെ കൂട്ടം കൂടിയിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകില്ല, ഇല്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷയും പറയുന്നുണ്ട്. അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹാൻഡ് കഫിനെ കുറിച്ചാണ്. നമുക്കറിയാം ഹാൻഡ് കഫ് യൂസ് ചെയ്യുന്നതിനെതിരെയുള്ള റൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 21 അടിയിലുള്ള നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് റൈറ്റ് അഗെയിൻസ്റ്റ് ഹാൻഡ് കഫ്. ചില സന്ദർഭങ്ങളിൽ പോലീസിന് ഹാൻഡ് കഫ് ഉപയോഗിക്കേണ്ടി വരും അല്ലേ. അങ്ങനെയുള്ള ഹാൻഡ് കഫ് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ ഹാൻഡ് കഫ് ഉപയോഗിക്കാനുള്ള ഒരു അനുമതിയും BNSS എന്ത് കൊടുക്കുന്നുണ്ട്, പോലീസിന് കൊടുക്കുന്നുണ്ട്. ദി പോലീസ് ഓഫീസർ മേ കീപ്പിംഗ് ഇൻ വ്യൂ ഓഫ് ദി നാച്ചർ ആൻഡ് ഗ്രാവിറ്റി ഓഫ് ദി ഒഫൻസ് യൂസ് ഹാൻഡ് കഫ് വൈൽ എഫക്റ്റിംഗ് ദ അറസ്റ്റ് ഓഫ് എ പേഴ്സൺ ഹൂ ഈസ് habitual repeat offender who escaped from the custody, who has committed offense of organized crime or terrorist act, drug related crime, or offense of illegal possession of arms and ammunition, murder, rape, acid attack, counterfeiting, sexual offenses and offenses against the state including the sovereignty and integrity of India, or economic offenses. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെയുള്ള സമയത്ത് പോലീസിന് എന്ത് ഉപയോഗിക്കാം, പോലീസിൻ്റെ കൂടെ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഹാൻഡ് കഫ് ഉപയോഗിക്കാമെന്ന് BNSS പറയുന്നുണ്ട്.
അടുത്ത് നമ്മൾ അറിയേണ്ടത് ഒരു ഒഫൻഡർ ആബ്സെൻ്റ് ആണ് ട്രയൽ ചെയ്യാൻ പറ്റും. പലപ്പോഴും കോടതികളിൽ സംഭവിക്കുന്നതാണ് അല്ലേ. നിങ്ങളിപ്പോൾ നാഥാൻ കേസോട് പോലെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ ഒരാൾ വന്നില്ലെങ്കിൽ മറ്റ് വിക്ടിമിന് കൂടെ എന്താണ് കേസ് നീണ്ടുകൊണ്ട് പോകുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ഒഫൻഡർ ട്രയലിന് വന്നില്ലെങ്കിൽ എങ്കിലും ആ ട്രയൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. 356(1) പ്രൊവിഷനിൽ പറയുന്നത് ഇങ്ങനെയാണ്: നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് in the Sanhita or in any other law at the time being in force, when a person is declared as a proclaimed offender, whether or not charged jointly, has absconded to evade trial and there is no immediate prospect of arresting him, it shall be deemed to operate as a waiver of the right of such person to be present and tried in person. Actually ഒരാൾ പ്രസൻറ്റ് ചെയ്തിട്ട് ഒരാളുടെ കോടതിയുടെ മുന്നിൽ നമ്മൾ പ്രസൻ്റായി നമ്മളെ ട്രയൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ റൈറ്റ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അയാൾ വരാനുള്ള ഒരു ഭാവം ഇല്ല, അല്ലെങ്കിൽ അയാൾ വരാൻ സാധ്യതയില്ല എന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇങ്ങേരെ ഈ ഒരു റൈറ്റിനെ നമുക്ക് വേവിയർ ചെയ്ത് കളയാൻ പറ്റും, അല്ലെങ്കിൽ ആ റൈറ്റ് ഇല്ല എന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും അല്ലേ. ഇപ്പോൾ ഡോക്ടറിനോ വേവിയർ എന്നൊരു സംഭവം ആക്ച്വലി നമുക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ഒന്നും വേണ്ടാന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ കോടതി തന്നെ അസ്യൂം ചെയ്യുന്നത് ഈ റൈറ്റ് ഇനി മുതൽ ഇങ്ങേർക്കില്ല. അങ്ങേര് വന്നില്ലെങ്കിലും അങ്ങേരെ വെച്ചിട്ടില്ലാത്ത എന്ത് ചെയ്യും, ആ ട്രയൽ നടത്തും. എങ്ങനെ? ആൻഡ് ദി കോർട്ട് ഷാൾ ആഫ്റ്റർ റെക്കോർഡിംഗ് ദി റീസൺസ് ഇൻ റൈറ്റിംഗ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ജസ്റ്റിസ് പ്രൊസീഡ് വിത്ത് ദി ട്രയൽ in the like manner and with like effect as if he was present. അങ്ങേര് ഉണ്ട് എന്ന് അസ്യൂം ചെയ്ത പോലെ എന്ത് ചെയ്യും, ട്രയൽ നടത്തും. and provided that the court shall not commence the trial unless a period of 90 days has elapsed from the date of framing the charge. പിന്നെ അറിയാം എന്താ, ചാർജ് ഫ്രെയിം ചെയ്ത് 90 ദിവസത്തിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റൂ, ട്രയൽ പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ എന്നൊരു എക്സെപ്ഷൻ കൂടെ, അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷൻ കൂടെ അവിടെയുണ്ട്. അടുത്തത് സീറോ എഫ്ഐആർ. സീറോ എഫ്ഐആർ എന്താണെന്ന് കേട്ടില്ലാത്ത ആൾക്കാർ, ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടോ മണിപ്പൂരൊക്കെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കേസൊക്കെ ഫയൽ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അഥവാ ഇപ്പം നമ്മൾ ഒരു കുറ്റകൃത്യം നടന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നമുക്ക് നേരെ അതിക്രമം നടന്നു, പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ ആ പെർട്ടിക്കുലർ നമ്മുടെ എവിടെയാണോ നടന്നത് അവിടെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റണമെന്നില്ല. മേ ബി നമ്മളൊരു സേഫായ സ്ഥലത്തെത്തി, അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് മാറിയ ശേഷം, പോലീസ് സ്റ്റേഷൻ പരിധി മാറിയ ശേഷമായിരിക്കും നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുക. അത്തരം സന്ദർഭങ്ങളിൽ നമുക്കൊരു ജസ്റ്റിസ് കിട്ടാൻ, എഫ്ഐആർ ഫയൽ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് സീറോ എഫ്ഐആർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രസന്റ് അല്ലാത്ത, ഇറസ്പെക്റ്റീവ് ഓഫ് ദി പ്ലേസ് ഓഫ് ക്രൈം യു ക്യാൻ ഫയൽ ദി എഫ്ഐആർ. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ പോലീസ് സ്റ്റേഷനിൽ നമ്പർ ചെയ്യില്ല, പിന്നീടായിരിക്കും ചെയ്യുക. സോ ആ ഒരു നമ്പർ ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിനെ സീറോ എഫ്ഐആർ എന്ന് വിളിക്കും. സോ നമ്മുടെ 173(1) BNSS പറയുന്നുണ്ട്, every information relating to the commission of a cognizable offense. സോ ഒരു അറസ്റ്റ് വാറണ്ട് പോലും വേണ്ടാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഹീനമായ ഒരു ക്രൈം ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏരിയ വേർ ദി ഒഫൻസ് ഇസ് കമ്മിറ്റഡ് മേ ബി ഗിവൺ ഓറലി ഓർ ബൈ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇഫ് ഗിവൺ ടു ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദി പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷൻ ഇൻചാർജിൻ്റെ അടുത്ത് എന്ത് കൊടുക്കാൻ പറ്റും, ഓറലിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലിയോ നമുക്ക് നമ്മുടെ ആ ഒരു പരാതി, കോഗ്നിറ്റീവ് ഒഫൻസ് നേരിട്ട പരാതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് തിങ് ഈസ് ഭാരതീയ സാക്ഷ്യ ബിൽ അഥവാ BS ബിൽ 2023. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് മാറ്റങ്ങൾ നടന്നു. അതിൽ മൂന്നാമത്തെയാണ് ഭാരതീയ സാക്ഷ്യ ബിൽ അഥവാ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന ഭാരതീയ സാക്ഷ്യ ബിൽ. സോ ഇതിലും നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഏതൊക്കെ ടൈപ്പ് എവിഡൻസ് അക്സെപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, പ്രൈമറി എവിഡൻസിൻ്റെ ഒപ്പം ഏതൊക്കെ ടൈപ്പ് സെക്കൻഡറി എവിഡൻസ് എടുക്കാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ബില്ലാണ് ഭാരതീയ സാക്ഷ്യ ബിൽ. സോ അതിൽ വന്ന 1-2 മാറ്റങ്ങളൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സോ ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്, നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിലും പറയുന്നത്, ഇറ്റ് റിപ്പീൽസ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഓഫ് 1872 and it provides rule for admissibility of evidence of legal proceedings. So നമ്മൾ പറഞ്ഞിരുന്നു, ലീഗൽ പ്രൊസീഡിങ്സിൻ്റെ എല്ലാം എവിഡൻസുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു ആക്ട് ആയിരിക്കും ഈ കാണുന്ന ഭാരതീയ സാക്ഷ്യ ബിൽ. ദെൻ ഇറ്റ് വൈഡൻസ് ദി ആംബിറ്റ് ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. നമ്മളിത് വീഡിയോ തുടങ്ങുന്ന പോലെ നിങ്ങൾ ഈ വാക്കിൻ്റെ കേട്ടോ, ഇലക്ട്രോണിക് റെക്കോർഡ്സ്, ഡിജിറ്റൽ റെക്കോർഡ്സ്, കോഡ്സ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക് ആയ റെക്കോർഡുകൾ അഡ്മിസിബിൾ ആണ് ഇനി മുതൽ. ആൻഡ് ഇറ്റ് റിമൂവ്സ് ദ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ടെലഗ്രാഫിക് മെസ്സേജ്, പഴയതിൽ നിന്ന് പുതിയതിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ദെൻ ഇറ്റ് എംബ്രാസസ് 170 സെക്ഷൻ വിത്ത് അമെൻമെന്റ്സ് ഇൻ 23 sections, the addition of 1 new section and the repeal of
5 sections. So ഇങ്ങനെയാണ് ആ ഒരു സൈസിലുള്ള മാറ്റം എന്തിലോട്ട് വരുന്നത്, എവിഡൻസ് ആക്ടിൽ നിന്ന് BS ആക്ടിലോട്ട് വരുമ്പോൾ വരാൻ പോകുന്നത്. സോ ആദ്യത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ, അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡ്സ് ആസ് എവിഡൻസ്. ഇലക്ട്രോണിക് റെക്കോർഡ് എവിഡൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. സോ ചില കാതലായ ചില മാറ്റങ്ങൾ കൂടെ വരാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ഡോക്യുമെന്ററി എവിഡൻസുകൾ. സോ ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡ്സ് വിൽ ഹാവ് ദി സെയിം ലീഗൽ എഫക്ട് ആസ് പേപ്പർ റെക്കോർഡ്സ്. പേപ്പർ റെക്കോർഡ്സിൻ്റെ അതേ ലീഗൽ വാലിഡിറ്റി ഉള്ള റെക്കോർഡുകളായിരിക്കും ഇനി മുതൽ എന്ത്, ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്സ്. ഓൾസോ ഇറ്റ് എക്സ്പാൻഡ്സ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. സോ ഇലക്ട്രോണിക് റെക്കോർഡ് ഓൾറെഡി ഉണ്ട്, പക്ഷേ ഈ മാറ്റം വരുന്നതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സോ ഇനി ഭാവിയിൽ എന്താ അതുകൂടെ ഉൾപ്പെടുത്തുന്ന രീതിയിലോട്ടൊക്കെ നമ്മൾ മാറേണ്ടി വരും. പക്ഷേ ഫോർ ദി ടൈം ബീയിങ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്ന ആ ഒരു എവിഡൻസുകളെ ഒന്ന് എലാബറേറ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ഇറ്റ് എക്സ്പാൻഡ്സ് ദി ഇലക്ട്രോണിക് റെക്കോർഡ്സ് ടു ഇൻക്ലൂഡ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ സെമി കണ്ടക്ടർ മെമ്മറി ഓർ ഇൻ എനി കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അത് സ്മാർട്ട് ഫോൺ ആവാം, ലാപ്ടോപ്പ് ആവാം, എന്തോ ആവാം. ദിസ് ഓൾസോ ഇൻക്ലൂഡ്സ് റെക്കോർഡ്സ് ഓൺ ഇമെയിൽസ്, സെർവർ ലോഗ്, സ്മാർട്ട് ഫോൺസ്, ലൊക്കേഷണൽ ഡിവൈസ് ആൻഡ് ഈവൻ ദി വോയിസ് മെയിൽസ്. ഈ ഒരു ഫോർമാറ്റിൽ ഏത് ഫോർമാറ്റിൽ നിന്ന് വന്ന ഇലക്ട്രോണിക് എവിഡൻസുകളെയും നമ്മൾ എവിഡൻസ് ആയിട്ട് അംഗീകരിക്കും. ആൻഡ് ദി ഇൻഫർമേഷൻ മേ ഹാവ് ബീൻ ക്രിയേറ്റഡ് ഓൺ ഓർ സ്റ്റോർഡ് ഇൻ ഓർ പ്രോസസ്ഡ് ബൈ വൺ ഓർ മോർ കമ്പ്യൂട്ടേഴ്സ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് വിച്ച് മേ ബി സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ഓർ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓർ ത്രൂ എ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഓർ ത്രൂ എ ഇൻ്റർമീഡിയറി. സോ ഇങ്ങനെ ഏത് രീതിയിലോട്ടും ഒരു സ്റ്റാൻഡ് അലോൺ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ വലിയൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു ഇൻഫർമേഷൻ ആണെങ്കിലും നമുക്കത് എവിഡൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. അത് പറയുന്ന ഓറൽ എവിഡൻസുകളെ കുറിച്ച്. സോ ഓറൽ എവിഡൻസിനെ കുറിച്ച് പറയുന്ന പണ്ടത്തെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ oral evidence includes statements made before the courts by witness in relation to a fact under inquiry. So ഒരു കോടതിയുടെ മുന്നിൽ ചെന്ന് നമ്മൾ പറയുന്ന എവിഡൻസുകൾ, അതായിരുന്നു എന്ത്, ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഭാരതീയ സാക്ഷ്യ ബില്ലോട്ട് വന്ന ഒരു മാറ്റം ഇതാണ്, ആ ഒരു ഓറൽ എവിഡൻസ് എന്ന ഒരു ഡെഫിനിഷനിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഓറൽ എവിഡൻസ് എന്നതിലോട്ട് എന്തുകൂടെ ആഡ് ചെയ്യുന്നു, ദ ബിൽ ആഡ്സ് എനി ഇൻഫർമേഷൻ ഗിവൺ ഇലക്ട്രോണിക്കലി ടു ബി കൺസിഡേർഡ് ആസ് ഓറൽ എവിഡൻസ്. സോ ഓറൽ എവിഡൻസിലോട്ട് എന്തുകൂടെ വരുന്നു, ഇലക്ട്രോണിക്കലി നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ കൂടെ ഓറൽ എവിഡൻസ് എന്ന രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പരിഗണിക്കാൻ പറ്റും. അടുത്തത് സെക്കൻഡറി എവിഡൻസുകളെ കുറിച്ച്. നമുക്ക് എപ്പോഴും പ്രൈമറി എവിഡൻസുകളെ ചില സമയത്ത് പ്രൈമറി എവിഡൻസുകൾ വേണ്ടത്ര സ്ട്രോങ് ആവാത്ത സമയത്ത് നമുക്ക് സെക്കൻഡറി എവിഡൻസിനെ കൂടെ ആശ്രയിക്കേണ്ടി വരും ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി. സോ അങ്ങനെയുള്ള സെക്കൻഡറി എവിഡൻസിൻ്റെ ഒരു അക്സെപ്റ്റൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രൊവിഷനിൽ പറയുന്നത്. ഇറ്റ് എക്സ്പാൻഡ്സ് ദി സെക്കൻഡറി എവിഡൻസ് ടു ഇൻക്ലൂഡ് oral and written admissions and also the testimony of a person who has examined the document and is skilled in the examination document. നമ്മൾ ഫോറൻസിക് എക്സ്പെർട്ടുകളുടെ കാര്യമൊക്കെ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. സോ അതേപോലെ ആ ഒരു ഡോക്യുമെൻ്റ് എക്സാമിൻ ചെയ്യാൻ സ്കിൽഡായ ആളുടെ എക്സാമിനേഷൻ, ആ എക്സാമിനേഷൻ്റെ ഫലമായുള്ള ടെസ്റ്റിമോണി കൂടെ എന്തായിട്ട് എടുക്കും, ഇതിൻ്റെ ഒരു സെക്കൻഡറി എവിഡൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഓൾസോ ദി ബിൽ ആഡ് സെക്കൻഡറി എവിഡൻസ് മേ ബി റിക്വയർഡ് ഇഫ് ദ ജെന്യുവിനൻസ് ഓഫ് ദി ഡോക്യുമെന്റ് ഈസ് ഇറ്റ് സെൽഫ് ഇൻ ക്വസ്റ്റ്യൻ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ ഒരു ജെന്യുവിനിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന സന്ദർഭത്തിലാണ് എപ്പോൾ എന്തുപയോഗിക്കേണ്ടത്, സെക്കൻഡറി എവിഡൻസുകൾ ചിത്രത്തിലോട്ട് വരുന്നത്. ആൻഡ് അതുപയോഗിച്ച് കേസിന് വേണ്ടി അതുപയോഗിച്ച് കേസ് തെളിയിക്കാൻ പറ്റുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ക്രിമിനൽ ലോകളിൽ വന്ന പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ. സോ നിലവിൽ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മൾ ഭാരതീയ സാക്ഷ്യ ബില്ലായിക്കോട്ടെ, BNSS ആയിക്കോട്ടെ, ഭാരതീയ ന്യായ സംഹിത ആയിക്കോട്ടെ, ഇതെല്ലാം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും തുടർന്ന് ഓൾറെഡി നമ്മുടെ പബ്ലിക് ഡിബേറ്റിനൊക്കെ വന്നിട്ടുണ്ട്. സോ അങ്ങനെ വലിയ ഡിബേറ്റുകൾ നടക്കട്ടെ, കമ്മിറ്റികൾ സ്ക്രൂട്ടൻ ചെയ്യട്ടെ ആൻഡ് സഭകളിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടട്ടെ. എന്താ ഇതിനെ ഏറ്റവും നല്ലൊരു ഫോമിലോട്ട് പുതിയ കാലത്ത് 2023 ചേർന്ന രൂപത്തിലോട്ട് തുടർന്ന് അങ്ങോട്ടും കുറച്ച് കാലത്തോട്ടുകൂടെ അപ്ഡേറ്റ് ചെയ്യപ്പെടാവുന്ന രൂപത്തിലോട്ട് ഈ 3 ബില്ലുകളും ആക്റ്റായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ വേറൊരു ലെങ്ത് കറണ്ട് അഫയർ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.